ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജെം ടോക്കീസ്. എല്ലാവരും സേഫായിട്ട് സന്തോഷത്തോടെ ഇരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ പലരും ഇപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ബിഗ് ബോസ് കഴിഞ്ഞു പിന്നെ ഇത് തന്നെ ടോപ്പിക് ഇട്ട് വന്ന് വെറുതെ എന്തിനാ അവരവരുടെ വഴിക്ക് പോയി. അതൊക്കെ സത്യമാണ്. പക്ഷെ നമുക്ക് ചിലത് കാണുമ്പോൾ ട്രൂ ഫാൻസ് അല്ലെങ്കിൽ ജെന്യുവനായിട്ടുള്ള ഫാൻസിന് ചിലപ്പോൾ അത് ദഹിക്കത്തില്ല. അപ്പോൾ അങ്ങനൊരു കാര്യം പറയുകയാണ് ഞാൻ വന്നേക്കുന്നത്. സ്റ്റാർ സിംഗിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ, അതായത് 7 മണിക്ക് നടക്കുന്ന എപ്പിസോഡിൽ അനീഷേട്ടനും ഷാനവാസിക്കയും അങ്ങനെ ടോപ്പ് 6 ഉള്ള എല്ലാവരും വരുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വി ആർ ഈഗർലി വെയിറ്റിംഗ് ഫോർ ദർ കമ്മിങ് അല്ലേ. അപ്പം അതുപോലെ തന്നെ അതിന് മുന്നേ ആയിട്ട് തന്നെ നമ്മൾ ഇന്നലെ തന്നെ അവർ റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം ഇപ്പോൾ 2 റീൽ വന്നിട്ടുണ്ട്, ഷാനവാസിക്കയുടെ അനീഷേട്ടൻ്റെയും. ഇന്നലത്തെ റീലിൽ അവർ പറയുന്നു ഈ പാട്ടിനോടുള്ള റിലാക്സേഷനും മൈൻഡ് ഒന്ന് ഫ്രീ ആക്കാനും വേണ്ടിയിട്ടൊക്കെയാണ് നല്ലൊരു സ്ക്രിപ്റ്റഡായിട്ട് അവർ നല്ലതായിട്ട് അഭിനയിക്കുകയാണ് ചെയ്തത്. അപ്പം അതിൽ ഫസ്റ്റ്ലി വന്നത് അനുമോളുടെ ആയിരുന്നു. അനുമോളുടെ ഒരു ബേബി ക്വീൻ വിന്നറായിട്ടുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾ സൺഡേ 7 മണിക്ക് ഇത് കാണണം എന്നുള്ള രീതിയിൽ. ഇതുപോലെ തന്നെയായിരുന്നു ഷാനവാസിക്കയുടെയും. അപ്പോൾ രണ്ടുപേരുടെയും കൂടെ കമ്പയർ ചെയ്താണ് ഫാൻസ് ഇത് മുമ്പോട്ട് കൊണ്ടുവന്നത്. അനുമോളുടെ ജസ്റ്റ് പറഞ്ഞങ്ങ് പോവുകയാണ്, ഒറ്റ സെക്കൻഡ് 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞു പോകുന്നു. പക്ഷേ ഷാനവാസിക്കയുടെ അനീഷേട്ടനെയും കുറച്ചും കൂടെ നല്ല രീതിയിൽ എൻഗേജിങ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഒരുപാട് വ്യൂസും കാര്യങ്ങളൊക്കെ അതിന് കയറിയിട്ടുണ്ടായിരുന്നു. സോ ഞാൻ പറഞ്ഞു വന്നത്, അതിൻ്റെ ഇടയിൽ കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. കമൻറ്റ് എന്ന് പറയുന്നത് നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം, ഏതോ വാട്സാപ്പ് ഗ്രൂപ്പിൽ കൊണ്ടുവന്നിട്ടിട്ട് എല്ലാ മെമ്പേഴ്സിനോടും കൊണ്ടുപോയിട്ട് അതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യൂ എന്ന് പറയുന്ന രീതിയിലുള്ള കമൻസാണ് അതുണ്ടായിരുന്നത്. അതിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യം വന്നൊരു കമൻറ്റ് എന്ന് പറഞ്ഞാൽ, പാത്രം കഴുകികൾ മെഴുകുകയാണ് എന്നുള്ള രീതിയിലുള്ള കമൻസ് ആയിരുന്നു. നമുക്ക് കമൻറ്റ് സെക്ഷനിലോട്ട് പോകാം. എന്തൊരു ആർട്ടിഫിഷ്യൽ, അവരുടെ അഭിനയം എന്തൊരു ആർട്ടിഫിഷ്യൽ ആണെന്നാണ് പറയുന്നത്. പിന്നെ കുറേ പേര് പറയുന്നത് ഓവർ ഡ്രമാറ്റിക് ആണ്. ഇനിയൊരു സംശയം കേട്ടോ, അതൊരു സ്ക്രിപ്റ്റാണ് അല്ലേ. അനീഷേട്ടന് അഭിനയിക്കാൻ അറിയത്തില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കാണുന്ന ആൾക്കാർക്ക്, ഒരു പ്യുവറായിട്ടുള്ള ആൾക്കാർക്ക് എന്താ പറയുക, അത് കുറച്ച് നല്ല ഗംഭീരമായിട്ട് അവർ ചെയ്തിട്ടുണ്ടെന്നേ തോന്നത്തുള്ളൂ. ചില ആൾക്കാർക്ക്, അതായത് ഇപ്പോഴും നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒറ്റ ഒരാളെ തന്നെ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുന്ന PR-ൽ നിന്ന് കാശ് മേടിച്ചിട്ടുള്ള ആൾക്കാരാവണം വീണ്ടും ഈ കാര്യം തന്നെ ഇട്ടിട്ട് മറ്റുള്ള ആൾക്കാരെ, ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള കോണ്ടസ്റ്റൻസിനെ, എസ്പെഷ്യലി അനീഷേട്ടനെയും ഷാനവാസിക്കേനെയും നല്ലപോലെ കമൻറ്റിൽ ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട്. അവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്ഷിപ്പിൽ നല്ല ബോണ്ടിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യെസ്റ്റർഡേയിലെ ഇൻ്റർവ്യൂവിൽ തന്നെ ഷാനവാസിക പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡെയിലി ഒരു 3-4 ടൈംസ് അനീഷേട്ടൻ ഷാനവാസികനെ വിളിക്കുകയും എന്തെങ്കിലും സന്തോഷം ഉണ്ടെങ്കിൽ ആദ്യം വിളിച്ചറിയിക്കുകയൊക്കെ ചെയ്യും. അത്ര നല്ല ബോണ്ടിലാണ് അവർ നിൽക്കുന്നത്. പിന്നെ ഇത് നിങ്ങൾ വായിക്കണം. ഇവരുടെ സംസാര രീതി തന്നെ ഒരു ഡ്രമാറ്റിക്കാണ്, കണ്ടപ്പോൾ തോന്നി എന്നുള്ളത്. ആ ആൾ തന്നെ ഒരുപാട് വീഡിയോസിൽ ഇതേപോലെ തന്നെ ഇട്ടിട്ടുണ്ട്, ഒരുപാട് വീഡിയോസിൽ. അപ്പോൾ അതൊരു ട്രൂ ഫാനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പാത്രം കഴുകികൾ മെഴുകുന്നുണ്ടല്ലോ എന്നുള്ളത് സാധനം, അത് ലാസ്റ്റ്, ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട് അത് ഏത് ആളുടെ അക്കൗണ്ടിൽ നിന്നാണ് വന്നത് എന്ന്. ഇവിടെ ഒരാൾ മെയിൻലി ഇതുള്ള ആൾ പറയുന്നുണ്ട്, ഇവിടെ PR എന്ന് പറഞ്ഞ് കരയുന്നവരോട് പകുതി പേർക്കും PR എന്താണെന്ന് അറിയത്തില്ല. PR-ന് കട്ട് ചെയ്ത് ഇടാൻ എന്തെങ്കിലും കോണ്ടൻറ്റ് കൊടുത്താൽ ആണ് അവർക്ക് ചെയ്യാൻ പണിയുള്ളൂ. അവിടെ പോയി ഒന്നും ചെയ്യാതിരുന്നാൽ ആരും വോട്ട് ചെയ്യില്ല. PR-നൊരു ചെറിയ രീതിയിൽ സ്വാധീനിക്കണം കഴിയുക, അതിനപ്പുറം ഒന്നുമില്ല. വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആരും പറയില്ല PR കൊണ്ട് ഒരാൾ ജയിച്ചത് എന്ന്. അനുമോൾ ചെയ്തതെല്ലാം ശരി എന്നല്ല പറയുന്നത്, പക്ഷേ അനുമോൾക്ക് കുറച്ച് ശതമാനമെങ്കിലും കുടുംബ പ്രേക്ഷകർ വോട്ടെടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മളിത് വായിക്കുമ്പോൾ ഓർക്കും, ഇയാളൊരു പ്യുവർ ഫാനാണ്. ഈ PR എന്ന് പറയുന്നത് അയാളുടെ അനുമോളുടെ സൈഡിലും അല്ല, പൊതുവായിട്ടുള്ള സൈഡാണെന്ന് വിചാരിക്കും. പക്ഷേ ഇതേ സെയിം കമൻറ്റാണ് ഈ പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എല്ലാ വീഡിയോസിലും കൊണ്ടിടുന്നത്. ഇത് കണ്ടോ, പാത്രം കഴുകേണ്ടവർ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ സെയിം കമൻറ്റാണ് വേറെ അക്കൗണ്ടുകളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ, അനുമോൾ ഫാമിലി. ഇത് ഞാൻ പറയുന്നു, ഡിസ്ക്ലെയിമറാണ്. ഇത് അനുമോൾ പറഞ്ഞതുകൊണ്ട് ഇട്ടെന്നോ അല്ലെങ്കിൽ അനുമോൾ കാരണമാണെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞേക്കുന്നത്. അനുമോളുടെ ഇത് PR ആണെന്നോ ഒന്നുമല്ല. ഇത് അനുമോൾക്ക് ചിലപ്പോൾ അറിവുള്ള കാര്യമായിരിക്കണം എന്നില്ല. ബിക്കോസ് അവരൊക്കെ നല്ല ബോണ്ടിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അനീഷേട്ടനും ഷാനവാസിക്കയും അനുമോളൊക്കെ നല്ല ബോണ്ടിലാണ് പോകുന്നത്. പക്ഷേ ഇവർ ഇപ്പോഴും, അതായത് ഞാൻ ഈ വീഡിയോ ഇടാൻ മെയിൻ കാരണം എന്ന് വെച്ചാൽ, ഇവർ ഇപ്പോഴും ഈ സ്വഭാവം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തന്നെ നോക്കിയേ, അത് ഏത് ഫാമിലിയിൽ നിന്നാണ് വന്നേക്കുന്നത്. സോ അതുകൊണ്ടാണ് ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ റീസൺ തന്നെ ഇതാണ്.
അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാവരും ഈ 26 കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു, 26 വഴിക്ക് പോയി. പലരായിട്ടുള്ള നല്ല കോണ്ടാക്ട്സും കാര്യങ്ങളും ഉണ്ട്. പലരും നല്ല നല്ല ഫ്രണ്ട്സായിട്ട് പോകുന്നു, പലർ ഫ്രണ്ട്സ് അല്ലാതെ പോകുന്നു, ഫ്രണ്ട്സ് ആയിരുന്ന ആൾക്കാർ ഫ്രണ്ട്സ് അല്ലാതെ പോകുന്നു, ഒരു റീയൂണിയനും സംഘടിപ്പിക്കാതെ പോകുന്നു. അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യമാണ്. ഇപ്പോഴും പി ആർ എന്ന് പറഞ്ഞ് നടക്കുന്നവരും ഇതേപോലെ തന്നെ കണ്ടസ്റ്റൻസിന് വീണ്ടും എന്താ പറയുക, ഹൈപ്പ് മേടിച്ച് കൊടുക്കാനായിട്ട്, റീച്ച് മേടിച്ച് കൊടുക്കാനായിട്ട് ഇരിക്കുന്നവർക്കും എന്തുകൊണ്ട് അവരെ അതായത് ആർക്കാണോ മേടിച്ച് കൊടുക്കേണ്ടത് അവരെ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക, ബാക്കിയുള്ള ആൾക്കാരെ നിങ്ങൾ നെഗറ്റീവ് ആക്കാതിരിക്കുക. അതാണ് മെയിൻ റിക്വസ്റ്റ് എന്ന് പറയുന്നത്. അനീഷേട്ടന് ഒരുപാട് ഡീഗ്രേഡേഷൻ വരുന്നുണ്ട്, അതേപോലെ തന്നെ ഷാനവാസിക്കും ഡീഗ്രേഡ് വരുന്നുണ്ട്, ഒരുപാട് പേർക്ക് വരുന്നുണ്ട്. എല്ലാവർക്കും അത് മെയിൻലി ഇരയെന്ന് പറയുന്നത് ഷാനവാസിക്ക് അനീഷേട്ടനുമാണ്. അത് മെയിൻലി എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവർ ശരിക്കും പറഞ്ഞാൽ പേടി കൊണ്ടായിരിക്കും. അനീഷേട്ടനെയും ഷാനവാസിക്കേനെയും പേടിയുള്ളത് കൊണ്ടായിരിക്കും ഇവരിങ്ങനെ ചെയ്യുന്നത്. ബിക്കോസ് ദേ ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കണ്ടസ്റ്റൻസ് ഇൻ ദിസ് BB7. അപ്പം പുറത്തിറങ്ങിയിട്ടും അവർക്കുള്ള റീച്ചും വ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കണം അവർക്ക് ഇത്രയും എന്താ പറയുക കൊള്ളുന്നത്. എനിക്കിപ്പോൾ അത് അങ്ങനെയാണ് തോന്നുന്നത്. ഇത് ഞാൻ ഇപ്പോഴും പറയുന്നു, ഇത് അനുമോൾ കൊണ്ട് ഇട്ട കമൻ്റ് ആണെന്നോ അല്ലെങ്കിൽ അനുമോൾ പറഞ്ഞിട്ട് കൊണ്ടിട്ട കമൻ്റ് ആണെന്നോ അല്ലെങ്കിൽ അനുമോളുടെ അറിവോടെ കമൻ്റ് ആണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. ഇത് അനുമോളെ പിന്തുണയ്ക്കുന്ന ഒരു പേജാണ്. ഞാൻ കയറി നോക്കി, അതിൽ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന പേജാണ്. അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ബിഗ് ബോസ് കഴിഞ്ഞു. ഡീഗ്രേഡിംഗ് എന്ന് പറഞ്ഞൊരു സാധനം നിർത്തുക. നിങ്ങൾ ഡീഗ്രേഡ് ചെയ്യുന്നുണ്ടായിരുന്നാൽ മറ്റുള്ള ആൾക്കാരും ഡീഗ്രേഡ് ചെയ്യുന്നത്. മനസ്സിലായി? ഞാനിപ്പോൾ ഈ വീഡിയോ ഇടാനുള്ള മെയിൻ റീസൺ നിങ്ങൾ ഈ ഡീഗ്രേഡിങ് കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ ചെയ്യുന്നത്. പലരും ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ കൊണ്ടുവന്നൊരു മെസ്സേജ് ഇട്ടാൽ അത് കൊണ്ടുപോയി എല്ലാ വീഡിയോസിന് അടിയിടെന്ന് പറഞ്ഞ് കോപ്പി പേസ്റ്റ് ചെയ്ത് വിടും. അത് തന്നെ വലിയ ഒരു മണ്ടത്തരമാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും നിങ്ങളെയും ഈ അനുമോളെന്ന് പറയുമ്പോൾ തന്നെ പി ആർ എന്ന് തന്നെ പറയും. നിങ്ങളാണ് നിങ്ങളെ തന്നെ ഈ പി ആർ എന്ന് വിളിപ്പിക്കുന്നത്, നമ്മളെ കൊണ്ട് വിളിപ്പിക്കുന്നത്. എനിവേ, സ്റ്റേ ട്യൂൺ മൈ ചാനൽ ഫോർ മോർ അപ്ഡേറ്റ്സ്. താങ്ക് യു.